നമസ്കാരം. ലോകത്തിലെ പ്രധാന മതങ്ങളെല്ലാം, അതായത് ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം, ഇവയെല്ലാം ഒരേ കഥയുടെ പല പതിപ്പുകളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇന്ന് നമ്മൾ ചില പുരാതന ഗ്രന്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ഞെട്ടിക്കുന്ന ആശയത്തിന്റെ പിന്നിലെ സത്യം കണ്ടെത്താൻ പോവുകയാണ്. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു അതിശയോക്തിയായി തോന്നാം, അല്ലേ? പക്ഷേ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഉറവിടങ്ങൾ പറയുന്നത് വ്യത്യസ്ത പേരുകൾക്കും ആചാരങ്ങൾക്കും ഒക്കെ അടിയിൽ യാഥാർത്ഥ്യത്തിന് പൊതുവായൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടെന്നാണ്. അപ്പോ ഇതിന്റെ ആദ്യത്തെ തെളിവ് എന്താണെന്ന് നോക്കാം. ശരിക്കും അമ്പരിപ്പിക്കുന്നൊരു കാര്യമാണിത്. ഈ 3 വ്യത്യസ്ത വിശ്വാസങ്ങളിലും ദൈവത്തിന് സമാനമായ ഒരു ത്രിതല ഘടനയുണ്ട്. നമുക്കതൊന്ന് ജാസയെ പരിശോധിക്കാം. ആദ്യം നമുക്ക് ഹിന്ദുമതമെടുക്കാം. അവിടെ ഏറ്റവും ഉന്നതമായ ദൈവസങ്കല്പം ബ്രഹ്മമാണ്. അതായത് നമുക്ക് ചിന്തിക്കാനോ വിവരിക്കാനോ കഴിയാത്ത ഒരു പരമമായ ശക്തി. ഇത് ക്രിസ്തുമതത്തിലെ പിതാവ് എന്ന സങ്കല്പത്തോടും ഇസ്ലാമിക സൂഫിസത്തിലെ ഹുവ, അതായത് അവൻ എന്ന പ്രയോഗത്തോടും ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോ ഈ കാണുന്ന ടേബിള് ശരിക്കും രസകരമാണ്. നോക്കൂ, ഈ പാറ്റേൺ എങ്ങനെയാണ് ആവർത്തിക്കുന്നതെന്ന്. എല്ലാത്തിലും ഏറ്റവും മുകളിൽ വിവരണാതീതമായ ഒരു ദൈവം, പിന്നെ ആ ദൈവത്തിന്റെ തന്നെ സൃഷ്ടിയിലുള്ള ഒരു ഭാവം, അവസാനം ഓരോ വ്യക്തിയുടെ ഉള്ളിലുമുള്ള ഒരു ദൈവികാംശം. കണ്ടില്ലേ? ഈയൊരു ആശയത്തെ വളരെ ലളിതമായി മനസ്സിലാക്കാന് ഒരു ഉദാഹരണം പറയാം. സൂര്യനെ പരമമായ ദൈവമായി സങ്കൽപ്പിക്കുക. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സൂര്യരശ്മികളാണ് സൃഷ്ടിയിലെ ദൈവം. ഇനി ഓരോ വസ്തുവിലും തട്ടി പ്രതിഫലിക്കുന്ന ആ പ്രകാശത്തിന്റെ ചെറിയ കണികകളില്ലേ, അതാണ് ഓരോ വ്യക്തിയിലുമുള്ള ആത്മാവ്. അതായത് ഒരേ ഉറവിടം, പലതരം പ്രകാശനങ്ങൾ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ആഴത്തിലാകുന്നത്. ആത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ പാരമ്പര്യങ്ങളിലുള്ള ചില രഹസ്യ പഠിപ്പിക്കലുകൾ പരിശോധിക്കുമ്പോൾ ഈ സാമ്യം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പറയുന്നതനുസരിച്ച് ആത്മാവിന്റെ വലുപ്പം എത്രയാണെന്നറിയോ? ഒരു മനുഷ്യന്റെ മുടിയിഴയുടെ അഗ്രഭാഗമെടുത്ത് അതിനെ 10,000 കഷ്ണങ്ങളായി ഭാഗിച്ചാൽ അതിലൊരു കഷ്ണത്തിന്റെ അത്രമാത്രം, അതായത് ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ പോലെ അത്രയ്ക്ക് സൂക്ഷ്മമായ ഒന്നു. ഇനി കേൾക്കൂ, ഏതോണ്ട് ഇതേ ആശയം തന്നെ ഇസ്ലാമിക പാരമ്പര്യങ്ങളിലും നമുക്ക് കാണാം. അവിടെ പറയുന്നത് മനുഷ്യന്റെ ആത്മാക്കളെയെല്ലാം ജനനത്തിനു മുൻപ് ചെറിയ കണികകളുടെ രൂപത്തിൽ അണുക്കളുടെ ലോകം എന്നൊരു സ്ഥലത്ത് ഒരുമിച്ചു കൂട്ടിയിരുന്നു എന്നാണ്. ശരിക്കും അത്ഭുതം തന്നെയല്ലേ? അപ്പൊ നോക്കൂ, 2 പുരാതന പാരമ്പര്യങ്ങൾ, രണ്ടും പറയുന്നത് ഒരേ കാര്യമാണ്. ആത്മാവ് എന്നത് ദൈവത്തിന്റെ ഒരു അതിസൂക്ഷ്മമായ അംശമാണ്. ഒരേ ഉറവിടത്തിൽ നിന്നല്ലെങ്കിൽ ഇത്ര കൃത്യമായ സാമ്യം എങ്ങനെ വരാനാണ്, അല്ലേ? ശരി, അപ്പോൾ ഒരു ചോദ്യം വരാം. ഈ ദൈവികാംശം എല്ലാവരിലും ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും ദൈവമാണെന്നാണോ? അല്ല. അവിടെയാണ് ഈ ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെയാണ് പ്രധാന പോയിന്റ്. ഈ ദൈവിക ശക്തി, അതായത് പരമാത്മാവ്, എല്ലാ ജീവജാലങ്ങളിലും ഒരു നിശബ്ദ സാക്ഷിയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഓരോ കാലഘട്ടത്തിലും ആ ശക്തി നിയോഗിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിയിലൂടെ മാത്രം സംസാരിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഈ പറയുന്ന വ്യക്തികളാണ് കൃഷ്ണൻ, യേശു, മുഹമ്മദ് നബി എന്നിവരൊക്കെ. അവരെ ദൈവത്തിന്റെ പ്രതിനിധികൾ അഥവാ ഖലീഫയായി കണക്കാക്കുന്നു. ആ നിശബ്ദനായ പരമാത്മാവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് ഇവരിലൂടെയാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ മതങ്ങളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ സ്വഭാവത്തെ മാറ്റിമറിച്ച് ഒരു ഉയർന്ന ബോധതലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഭഗവത്ഗീതയിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ജനിക്കുന്നത് 2 തരം ഗുണങ്ങളോട് കൂടിയാണ്. ചിലത് ദൈവികമായ ഗുണങ്ങൾ, കരുണ, സ്നേഹം, ധൈര്യം പോലുള്ളവ. മറ്റു ചിലത് ആസുരീകമായവ, അതായത് അത്യാഗ്രഹം, അഹങ്കാരം, ദേഷ്യമൊക്കെ. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ യാത്രയെന്ന് പറയുന്നത് ഈ ആസുരീക ഗുണങ്ങളെ അടക്കി ദൈവിക ഗുണങ്ങളെ വളർത്തിയെടുക്കലാണ്. അപ്പോ അതിനുള്ള വഴിയും ഈ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ആ ദൈവികാംശമുണ്ടെന്ന് തിരിച്ചറിയുക. രണ്ടാമത്, നമ്മുടെ അഹങ്കാരം, ആർത്തി പോലുള്ള ചീത്ത ഗുണങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി, സ്നേഹം, അറിവ് തുടങ്ങിയ നല്ല ഗുണങ്ങൾ വളർത്തുക. നാലാമതായി, ദൈവത്തിന്റെ പ്രതിനിധി കാണിച്ചു തരുന്ന വഴിക്ക് സ്വയം സമർപ്പിക്കുക. ഈ സമർപ്പണം എന്ന വാക്കിനാണ് അറബിയിൽ ഇസ്ലാം എന്ന് പറയുന്നതെന്നതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ലളിതവും എന്നാൽ ശക്തമായ ഒരു പ്രായോഗിക പാഠത്തിലേക്കാണ്.
ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ദൈവികാംശമുണ്ടെന്ന് നമ്മൾ ശരിക്കും വിശ്വസിച്ചാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് മറ്റൊരാളെ വെറുക്കാൻ കഴിയുക? നമ്മൾ പരസ്പരം പെരുമാറുന്ന രീതി തന്നെ അതോടെ മാറും. അപ്പോ അവസാനമായി നമുക്ക് ഒരുമിച്ച് ഈ ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ ലോകത്തിലെ എല്ലാ വിശ്വാസങ്ങളുടെയും ഉറവിടം ഒന്നാണെങ്കിൽ അത് നമ്മൾ പരസ്പരം കാണുന്ന രീതിയിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഇതൊരു പഴയ തത്വചിന്ത മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരാശയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കാൻ സമയം കണ്ടെത്തിയതിന് എല്ലാവർക്കും നന്ദി.